നീ പുറത്ത് ഭയങ്കരമായിട്ട് ചിരിക്കും, പക്ഷെ ഉള്ളി ഭയങ്കര സങ്കടം. നിന്നെ പോലാരുമില്ലേ, എൻ ജീവിതം മാറും. വിഷമിക്കണ്ട, ഈ വയസ്സ് തീർന്നതിന് മുമ്പ് ഒരു അത്ഭുതം നടക്കാൻ പോവാ. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. അടുത്ത വർഷം ഈ സമയത്ത് ദൈവം നിങ്ങൾക്ക് പിള്ളാരെ തരും. നീ പറഞ്ഞാൽ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതിന് കൂടാറുണ്ട്, ചേച്ചിയുണ്ട്. ചത്തുപോണ്ടിയായിരുന്നു കേട്ടോ. ദൈവം ആയുസ് തന്നു. നീ ഇന്ന് നിൽക്കുന്നത് തമ്പുരാന്റെ കരുതൽ കൊണ്ടാണ്. ഞാൻ അവിടെ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നത് തമ്പുരാന്റെ വലിയ കരുതലാ. ദൈവം നിങ്ങളെ ഇവിടം വരെ നടത്തിയതാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച്, ആധരമൊന്ന് തുറക്കാൻ പറ്റുന്ന ആളുകൾ ആധരമൊന്ന് തുറന്ന്, യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്നൊന്ന് വിളിച്ച്, ഈ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക കെട്ട് ഇന്ന് രാവിലത്തെ ആരാധനയിൽ എന്റെ ദൈവം പൊട്ടിച്ചു കളയാൻ പോകുകയാ. പറയാൻ പറ്റും, എല്ലാ കാര്യവും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് കാതി പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങളവിടെ വന്നിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ഈ നോക്കിയില്ലേ, നമ്മളെ ബോധമുളകിയപ്പം നമ്മളെ നോക്കിയപ്പോൾ ദൈവം എന്നോട് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യേശുവിൻ്റെ ആളാവും, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. അടുത്ത വർഷം ഈ സമയത്ത് ദൈവം നിങ്ങൾക്ക് പിള്ളാരെ തരും. നീ പുറത്ത് ഭയങ്കരമായിട്ട് ചിരിക്കും, പക്ഷെ ഉള്ളി ഭയങ്കര സങ്കടം. നീ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ താമസിക്കുന്ന ആയിരൂരെ വീടില്ലയോ, അവിടെ ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്. കാതി പറയാൻ ഞാൻ ആ കാര്യം. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 10 വർഷമായി. പിള്ളേർ വേണ്ടേ? വിശ്വാസമുണ്ടോ അടുത്ത വർഷം പിള്ളേരുണ്ടാവുമെന്ന്? തീർച്ചയായിട്ടും. ശരി, ദൂത് പറയുക, തമ്പുരാൻ നിങ്ങൾക്ക് പിള്ളേരെ തരാൻ പോവാ. അത് ഒരു കുട്ടി കൊണ്ട് അവസാനിക്കത്തില്ല. 1 കൂടുതൽ തലമുറകളെ ദൈവം നിനക്ക് ദാനമായിട്ട് തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ. ശിവറെ, ഞാൻ ശരിക്കും നിങ്ങളെ കാണുമ്പോൾ ആയിരൂരെ വീട്ടിലെ പ്രശ്നം പറയും. ഞാനിപ്പോൾ കാതി പറയുക, അതെന്തുവാന്ന് കേട്ടോ. ഭാര്യ എനിക്ക് കാണണം, കൊണ്ടുവരണം, 2 പേരും കൂടെ വരണം കേട്ടോ. നിങ്ങൾ അടുത്ത വരാൻ പോകുന്നത് പിള്ളേരെയും കൊണ്ടാണ്. നിങ്ങളുടെ കൂടക്കാർ എത്ര വയസ്സുണ്ട്? 40 കഴിഞ്ഞു. വിഷമിക്കണ്ട, ഈ വയസ്സ് തീർന്നതിന് മുമ്പ് ഒരത്ഭുതം നടക്കാൻ പോവാ. കരമടിച്ച് ദൈവത്തിന് ഒരു ആമേൻ പറയാൻ പറ്റുന്ന ആളുകൾ യേശുവേ എന്ന് വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ വീട്ടിലേക്ക് അവന്റെ ശക്തി ഇറങ്ങി വരാൻ പോകുകയാ. പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാവിലെ പൊട്ടിമാറാൻ വേണ്ടി പോകുകയാ. അവന്റെ ശക്തിയുടെ മഹത്വം ശരിക്കും ദൈവത്തിന് എല്ലാം അറിയാം അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളെ കൈ ഒന്ന് ഉയർത്തി ആമീൻ പറ. ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ ഒരു വെളിപ്പാട് കണ്ടേ. കർത്താവിനോട് പറഞ്ഞു, ഇദ്ദേഹം താമസിക്കുന്ന വീട് അദ്ദേഹത്തിന് ഒരാൾ എഴുതി കൊടുത്താ. വീടൊന്നും നമ്മൾ വിചാരിച്ചല്ലാണോ? അല്ല. പക്ഷെ എഴുതി കൊടുത്ത ആളിന് മക്കളില്ല. അല്ല, എഴുതി കൊടുത്ത ആളിന് പിള്ളേരില്ല. അദ്ദേഹത്തിൻ്റെ ബ്രദറിനും പിള്ളേരില്ല. ഇല്ല. ഇതൊരു പ്രതിസന്ധിയാണ്. ഇന്ന് വീട്ടിൽ നിന്ന് ചരട് പൊട്ടിപ്പോകും. ഒരു ദൈവത്തിൻ്റെ കരം. ഞാൻ ഈ കാതി പറഞ്ഞ ഒരാളില്ലേ, മിണ്ടത്തിലെന്ന് പറഞ്ഞ ആള് ഇല്ലേ, സൂക്ഷിക്കണം. ഇന്ന് നിങ്ങളുടെ 2 മക്കൾ, പുള്ളി കല്യാണം കഴിച്ചിട്ട് 9 വർഷം, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10 വർഷം, 2 പേർക്കും പിള്ളേരില്ല. നിങ്ങൾക്ക് ഈ വസ്തു എഴുതി തന്നയാൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിക്ക് പിള്ളേരില്ല, അമ്മയുടെ അനിയത്തിക്ക് പിള്ളേരില്ല. കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. യേശുവിനെ എല്ലാം അറിയാം, കർത്താവിനൊന്നും അറിയാത്തതില്ല. ദൂത് ആ വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കയറും. വിശ്വാസമല്ലേ? ഞാൻ വന്നവിടെ പ്രാർത്ഥിച്ച് കയറും. നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾ എന്നെ വിളിച്ച് പറയാൻ പോകുന്നത് ഭാര്യ ഗർഭിണിയായെന്നാ. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറ. ദൈവം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പോവാ.
ആ ശാപത്തിന്റെ വസ്തുതകളെ ഇന്ന് രാവിലെ ഇവിടെ വീട്ടിൽ നിന്ന് എന്റെ ദൈവം അടിച്ചു കളയാൻ വേണ്ടി പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വീട്ടിൽ വ്യാപരിക്കുന്ന എല്ലാ കടുങ്കട്ടുകളും പൊട്ടിപ്പോകട്ടെ. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പോലെ നിങ്ങളുടെ ബിസിനസ്സിനെ നീ ഉയർത്തിക്കൊണ്ടുവരും. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങൾക്ക് പറയുന്ന ഒരു ദൈവത്തിന്റെ ദൂതായത്,